മുൻപൊരിക്കൽ ഒരു റിട്രീറ്റിന് പങ്കെടുത്ത് ഓർക്കുന്നുണ്ട്. സെമിനാരിക്കാരനായിരുന്ന സമയത്ത് അന്ന് റിട്രീറ്റ് നടത്തിയ അച്ഛൻ ഒരു പ്രെയർ സെക്ഷൻ നടത്തി. ഇങ്ങനെയായിരുന്നു: ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന ചില മനുഷ്യരുടെ പേരുകൾ വെള്ളപ്പേപ്പറിൽ എഴുതണം. അപ്പോൾ വിരലെണ്ണാവുന്ന ചില മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായി ഇങ്ങനെ വെള്ളപ്പേപ്പറിൽ ഓർത്തപ്പോൾ എഴുതി വെച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അടുത്തൊരു വെള്ളപ്പേപ്പർ കൈമാറി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആയുസ്സിനിടയ്ക്ക് നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യരെയൊക്കെ ഒന്നോർത്ത് അവരുടെ പേരുകൾ ആ വെള്ളപ്പേപ്പറിൽ എഴുതുക. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു എക്സസൈസായി എനിക്കപ്പോൾ ഫീൽ ചെയ്തു. ഒരായുസ് മുഴുവനും ഓർത്തെടുക്കാൻ പറഞ്ഞപ്പോൾ വിരലെണ്ണാവുന്നതല്ല, വിരൽ കവിഞ്ഞ് ചില മനുഷ്യരുടെ പേരുകളൊക്കെ വന്നു. ഒത്തിരി മനുഷ്യരിങ്ങനെ ഓർമ്മയിലല്ല, മറവിയിൽ പോലും ഉണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. കുറേ അധിക സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നല്ലൊരു ഓർമ്മ വച്ച കാലം മുതൽ കുറേ മനുഷ്യർ വേദനിപ്പിച്ചിട്ടുണ്ട്, സങ്കടത്തിലെത്തിച്ചിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സൗന്ദര്യമുള്ള നിമിഷങ്ങൾ കെടുത്തി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല പ്രായത്തിലെത്തുന്നവരെ കുറേ മനുഷ്യരുണ്ട് വേദനിപ്പിച്ചവർ. അവരൊക്കെ പേരുകളിങ്ങനെ ഓർത്തോർത്ത് എഴുതിയപ്പോൾ സ്നേഹിക്കുന്നവരെക്കാളും കൂടുതൽ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരുമാണ്. ഈ എക്സസൈസ് നമ്മൾ ആര് ഒറ്റയ്ക്കിരുന്ന് ചെയ്താലും കുറേ അധികം പേരുകൾ ഒരുപക്ഷെ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരായിരിക്കും. ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്നേഹിക്കുന്ന മനുഷ്യർ വിരലെണ്ണാവുന്നവരായി ചുരുങ്ങും. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഏറ്റവും മൂല്യമുള്ള ഒരു കാര്യം എന്ന് ക്രിസ്തു പറയും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ, എൻ്റെ പിതാവിൻ്റെ മക്കളാകണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. 1, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം. 2, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ആ വെള്ളപ്പേപ്പറിൽ എഴുതിയ പേരുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെയൊന്നും അവരെ സ്നേഹിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും മനസ്സ് അത്ര പെട്ടെന്നൊന്നും വരില്ല. കാര്യം, നാളുകളെടുത്ത് വേദനിപ്പിച്ചതിൻ്റെയും അതിനേക്കാളും നാളുകളെടുത്ത് ഉള്ളിൽ വൈരാഗ്യം സൂക്ഷിച്ചതിൻ്റെയും ഹൃദയം എൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം: ഈ വെള്ളപ്പേപ്പറിൽ വേദനിപ്പിച്ചവരും വേദനിക്കപ്പെട്ടവരുമായ മനുഷ്യരുടെ പേരുകളാണ് അധികമെങ്കിൽ അവർക്ക് പിതാവിൻ്റെ മക്കളാകാൻ കഴിയില്ല. അവൻ്റെ ഉള്ളിൽ സ്നേഹമായിരിക്കണം നിറയേണ്ടത്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഒരു ധ്യാനം കൂടിയത് കൊണ്ടോ ഒരു കുമ്പസാരം നടത്തിയത് കൊണ്ടോ ഒന്നും അങ്ങനെയൊന്നും ചില മനുഷ്യരോട് നമുക്ക് പൊറുക്കാനൊന്നും കഴിയില്ല എന്ന വസ്തുത ശരിയാണ്. പക്ഷേ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മനസ്സറിഞ്ഞ് ധ്യാനിക്കുമ്പോൾ എങ്ങനെ ക്രിസ്തുവിന് ഇതൊക്കെ സാധിച്ചു എന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ മാത്രം നമുക്ക് സാധിക്കും. യേശു കുരിശിൽ വെച്ച് ചൊല്ലിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ: പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. കാര്യം വളരെ വ്യക്തമാണ്. ഇവരറിയുന്നില്ല, പക്ഷേ എനിക്കെല്ലാം അറിയാം. ഇവരെന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവരറിയുന്നില്ല. എന്നിട്ട് യേശു ഒന്നുകൂടി കൂട്ടിച്ചേർത്തു: ഇവരോട് ക്ഷമിക്കണേ. പ്രിയമുള്ളവരെ, ഇതാണ് വാക്ക്. ചിലതൊക്കെ നമുക്കറിയാം, ഇവരിങ്ങനെയൊക്കെയാണ് നമ്മളെ വേദനിപ്പിച്ചതെന്ന്, ഇങ്ങനെയൊക്കെയാണ് സങ്കടപ്പെടുത്തിയതെന്ന്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞതെന്ന്. അപ്പോഴും അവരൊരു പക്ഷേ അറിഞ്ഞില്ലായിരുന്നുവെങ്കിലോ? നല്ലൊരു പൂന്തോട്ടത്തിൽ അന്ധനായ ഒരു മനുഷ്യൻ നടന്നു വന്ന് അവിടുത്തെ പൂക്കളെയൊക്കെ ചവിട്ടി മെതിച്ചിട്ട് നടന്നു പോയതുപോലെ അവരും നടന്നു പോയതാണെങ്കിലോ? അവരുടെ കാഴ്ചയ്ക്ക് എന്തോ കുറവുള്ളതാണെങ്കിലോ? നമുക്കും ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്ന ആ ധ്യാനത്തിലേക്ക് കടക്കാം. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. അതുകൊണ്ട് പിതാവിൻ്റെ മക്കളായി തീരാൻ ഒരു വെള്ള പേപ്പറിൽ വേദനിപ്പിച്ച എല്ലാ മനുഷ്യരുടെയും പേരുകൾ എഴുതി ആ പേരുകൾ അൾത്താരിൽ സമർപ്പിച്ച് ഹൃദയത്തെ ദൈവത്തിനർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ അവരോടൊക്കെ ക്ഷമിക്കണമേ. ഒരുപക്ഷെ ആ ഒറ്റ കാരണം കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.